BCA, Bachelor of Computer Application. ട്രഡീഷണലി BCA ഒരു 3-year പ്രൊഫഷണൽ ഡിഗ്രി പ്രോഗ്രാമാണ്. 6 സെമസ്റ്റേഴ്സ് ഉള്ളൊരു ഡിഗ്രി പ്രോഗ്രാം. ഈ പ്രോഗ്രാം എവിടെയാണ് അട്രാക്റ്റീവ് ആവുന്നതെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ കറൻ്റ്ലി ഇന്ത്യയിൽ IT ഇൻഡസ്ട്രി ഒരു ബൂമിങ് സ്റ്റേജാണ്. IT ഇൻഡസ്ട്രിയിലൊരു ജോബ് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അപ്പോൾ ഇവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ചോയ്സസ് ആണ് BCA. മറ്റ് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ BCAയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിനും BCAക്ക് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഇത് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും കാര്യമല്ല. കേരളത്തിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളിലും BCAക്ക് പല എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ട് മാത്രം നമ്മളൊരു സെപ്പറേറ്റ് വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റികളിൽ മാത്തമാറ്റിക്സ് കമ്പൽസറി ആയിട്ട് +1 +2 ഒരു പേപ്പറായിട്ട് എടുത്ത് പഠിക്കണം എന്ന് പറയുന്നുണ്ട്. അതല്ല, മറ്റ് ചില യൂണിവേഴ്സിറ്റികളിൽ കമ്പ്യൂട്ടർ സയൻസ്, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ, ഇൻഫോർമാറ്റിക്സ് ഇതിലേതെങ്കിലും ഒരു പേപ്പർ എടുത്ത് പഠിച്ചാൽ മതി. ഇനി ഇതൊന്നും എടുത്ത് പഠിക്കാതെയും ചില യൂണിവേഴ്സിറ്റികളിൽ BCAക്ക് അഡ്മിഷൻ ലഭിക്കും. ഇനി കൺവെൻഷണൽ BCAക്ക് പകരം BCAയിൽ ഇപ്പം നിരവധി സ്പെഷ്യലൈസേഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ BCA ഇൻ AI, മെഷീൻ ലേണിംഗ്, അതുപോലെ BCA ഇൻ സൈബർ സെക്യൂരിറ്റി, BCA ഇൻ ഡാറ്റ സയൻസ്, ഡാറ്റ അനലിറ്റിക്സ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിങ്ങനെ തുടങ്ങി വിവിധങ്ങളായ മേഖലകളിൽ സ്പെഷ്യലൈസേഷനോട് കൂടിയിട്ട് ഇന്ന് നമുക്ക് BCA ചെയ്യാൻ സാധിക്കും. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആയിക്കോട്ടെ, മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഒരു പേപ്പറായിട്ട് എടുത്ത് പഠിക്കാത്ത കുട്ടികൾക്കും BCAക്ക് അപ്ലൈ ചെയ്യാം. 50% മാർക്ക് നിങ്ങൾക്ക് +1 +2 ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു BCA കോളേജിൽ അഡ്മിഷൻ കിട്ടും. BCAയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് സ്റ്റുഡൻസ് കണ്ടുകൊണ്ടിരുന്നത്, കമ്പ്യൂട്ടർ സയൻസിൽ വിദേശത്തു നിന്നൊരു മാസ്റ്റേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു MS പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദി യൂറോപ്യൻ കൺട്രീസിൽ ഒരു 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ചുകൊണ്ടിരുന്നത്. BCA 3-year ആയതുകൊണ്ട് BCA കംപ്ലീറ്റ് ചെയ്യുന്ന ഭൂരിഭാഗം സ്റ്റുഡൻസിനും ഈ പറയുന്ന കുറച്ച് സെലക്റ്റഡ് കോളേജസിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ 2020 എഡ്യൂക്കേഷൻ പോളിസി വന്നതിന് ശേഷം BCA ഇപ്പോൾ നിങ്ങൾക്ക് 4-year ഓണേഴ്സ് പ്രോഗ്രാമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. BCAയുടെ 4th ഇയർ കുറച്ചുകൂടെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിരിക്കും. ഇനി BTech ഗ്രാജുവേറ്റ്സിനെ പോലെ തന്നെ വിദേശ യൂണിവേഴ്സിറ്റികളിൽ BCA ഗ്രാജുവേറ്റ്സിനും മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾക്ക്, MS പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. BCA ഇനി ഗവൺമെന്റ് സീറ്റിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ വിരലിൽ എണ്ണാവുന്ന ചില ഗവൺമെന്റ് കോളേജസിൽ മാത്രമാണ് BCA സീറ്റ്സ് ഉള്ളൂ. അത് മെറിറ്റ് ബേസ്ഡാണ് അഡ്മിഷൻ നടക്കുന്നത്. കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് സെക്ടറിൽ നിരവധി കോളേജസിൽ കേരളത്തിൽ BCA ഓഫർ ചെയ്യുന്നുണ്ട്. അഡ്മിഷൻ പ്രധാനമായിട്ടും 2 രീതിയിലാണ് നടക്കുന്നത്. ഒന്ന് ഈ പറഞ്ഞ പോലെ മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള മാർക്ക് ബേസ്ഡ് അഡ്മിഷൻ നടക്കും. 2 നിങ്ങൾക്ക് എൻട്രൻസ് എഴുതിയും BCAക്ക് അഡ്മിഷൻ വാങ്ങാവുന്നതാണ്. അപ്പം അതിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ CUET വഴി ഏകദേശം 250ഓളം കോളേജസിൽ BCA അഡ്മിഷൻ ഓൾ ഇന്ത്യയിൽ കറന്റ് നടക്കുന്നുണ്ട്. ഇനി BTech ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ BCAയുടെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, കമ്പാരിറ്റീവ്ലി ഇതൊരു ലെസ് എക്സ്പെൻസീവ് കോഴ്സാണ്. ഏകദേശം ഒരു 2 to 5 lakhs നിങ്ങൾക്ക് ഈ 3-year പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കോളേജസിൽ നിന്ന് TCS ഒക്കെ പോലെയുള്ള ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള IT റിക്രൂട്ടിംഗ് കമ്പനീസ് BCA ഗ്രാജുവേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ, വെബ് ഡെവലപ്പർ, സിസ്റ്റം അനലിസ്റ്റ്, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ, IT പ്രൊജക്ട് മാനേജർ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റിലായിരിക്കും നിങ്ങൾ ഫസ്റ്റ് പ്ലേസ്ഡ് ആവുക. ഇതിനു പുറമെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ രംഗത്തും ഇ-കൊമേഴ്സ് രംഗത്തും എല്ലാം BCA ഗ്രാജുവേറ്റ്സിന് പ്ലേസ്മെന്റ് ലഭിക്കുന്നുണ്ട്. ഇനി ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ BCA പഠനകാലത്ത് നിങ്ങൾ അക്വയർ ചെയ്യുന്ന സ്കിൽ സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യാം. വെബ് ഡെവലപ്പിംഗ്, അതുപോലെ ആപ്പ് ഡെവലപ്പിംഗ് പോലെയുള്ള മേഖലകളിൽ നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ടും വർക്ക് ചെയ്യാൻ പറ്റും. ഇനി മറ്റെല്ലാ ഡിഗ്രി പ്രോഗ്രാമുകൾ പോലെ തന്നെ നിങ്ങൾക്ക് BCA കംപ്ലീറ്റ് ചെയ്തിട്ട് UPSC എക്സാംസ്, ബാങ്കിങ് എക്സാംസ്, അതുപോലെ SSCയുടെ എക്സാംസ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ PSC എക്സാംസ് ഇതിനെല്ലാം അപ്ലൈ ചെയ്യാം. ഇനി അതിന് പുറമെ BCA ഗ്രാജുവേറ്റ്സിന് വേണമെന്നുണ്ടെങ്കിൽ ടീച്ചിങ് ഫീൽഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ടീച്ചറായിട്ടും വർക്ക് ചെയ്യാം. ഹയർ സെക്കൻഡറി ലെവലിൽ, ഹൈസ്കൂൾ ലെവലിലൊക്കെ. അതിന് നിങ്ങൾ ഒരു MCA കൂടി, ഇപ്പോൾ ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു MCA കൂടി ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടി വരും. BCAക്ക് ശേഷം MCA ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ NIMSAT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ MCAക്ക് ജോയിൻ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ മാർക്ക് ബേസ്ഡ് ആയിട്ടും MCAക്ക് അഡ്മിഷൻ നൽകുന്ന കോളേജസ് ഉണ്ട്.
ഇതിൽ തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 2 ഇയർ പ്രോഗ്രാമായിട്ടും 3 ഇയർ പ്രോഗ്രാമായിട്ടും ഈ MCA പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ ഉള്ളൊരു അട്രാക്റ്റീവ്നെസ് എന്താണെന്ന് വെച്ചാൽ മറ്റ് PG പ്രോഗ്രാമുകൾ കഴിഞ്ഞിട്ട് നിങ്ങളൊരു BEd കൂടെ ചെയ്താലാണ് നിങ്ങൾക്ക് ഹയർ സെക്കൻഡറിയിലൊക്കെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. BCAക്കുള്ളൊരു പ്രത്യേകത അതൊരു പ്രൊഫഷണൽ പ്രോഗ്രാം ആയതുകൊണ്ടും 3 ഇയർ പ്രോഗ്രാം ആയതുകൊണ്ടും BEd ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സെറ്റ് എക്സാം എഴുതാനും ഹയർ സെക്കൻഡറി ലെവലിലൊക്കെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് എൻ്റർ ചെയ്യാനും പറ്റും. ഇനി MCAക്ക് പുറമെ നിങ്ങൾക്ക് BCA കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഒന്ന്, ഒരുപാട് BCA ഗ്രാജുവേറ്റ്സ് MBA ചെയ്യുന്നുണ്ട്. CAT എക്സാം ഒക്കെ എഴുതിയിട്ട് ക്ലിയർ ചെയ്തിട്ട് MBA ചെയ്യുന്നുണ്ട്. അതുപോലെ MSc IT ചെയ്യാം, MCM മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ മാനേജ്മെന്റ്, PGDCA ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. അങ്ങനെ നിരവധി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് BCAക്ക് ശേഷം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഇപ്പോഴും IT ഇൻഡസ്ട്രിയിലുള്ള ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില കമ്പനീസ് എങ്കിലും BTech ഗ്രാജുവേറ്റ്സിനെയാണ് BCA ഗ്രാജുവേറ്റ്സിനേക്കാളും പ്രിഫർ ചെയ്യുന്നത്. ഈ BTech ഗ്രാജുവേറ്റ്സിൻ്റെ ആ ഒരു ലെവലിലേക്ക് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിൽ അവരുടെ ഒരു ലെവലിലേക്ക് എത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം കാൻഡിഡേറ്റ്സിനും MCAയും കൂടെ ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ അതിലും ഇപ്പോൾ ഒരു മാറ്റം വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് കറൻ്റ്ലി ഇൻ്റഗ്രേറ്റഡ് BCA MCA പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് 3 വർഷം BCAയും 3 വർഷം MCAയും അങ്ങനെ 6 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട 2 പ്രോഗ്രാംസ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് വഴി 5 വർഷം കൊണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ 5 വർഷം കൊണ്ട് ഇൻ്റഗ്രേറ്റഡ് BCA MCA ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പലതുണ്ട് ഉപകാരങ്ങൾ. ഒന്നാമത്, നിങ്ങൾ BTech ഗ്രാജുവേറ്റ്സിൻ്റെ ഒപ്പം അതല്ലെങ്കിൽ അവരെക്കാളും ഒരു പടി മുമ്പിൽ ജോബ് മാർക്കറ്റിൽ നിങ്ങൾക്ക് വാല്യൂ വരും. രണ്ടാമത്തെ, ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ എക്കണോമിക്കലിയും അത് കുറച്ചും കൂടെ സ്റ്റുഡൻസിനെ ഫേവർ ചെയ്യും. അതായത് ഒരു BCA പ്രോഗ്രാമും പിന്നെ ഒരു MCA പ്രോഗ്രാമും അങ്ങനെ 2 പ്രോഗ്രാംസ് ആയിട്ട് നിങ്ങൾ ഫീസ് പേ ചെയ്യുന്നതിനേക്കാളും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസിൻ്റെ ഫീസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ BCAക്ക് അഡ്മിഷൻ കിട്ടിയില്ല എന്നിരിക്കട്ടെ, കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയ കോളേജ് കുറച്ച് ബാക്കാണ്, അവിടുത്തെ കോഡിങ് കൾച്ചറൊക്കെ മോശമാണ്. എന്നിരുന്നാലും ഇതൊന്നും നിങ്ങളെ അഫക്റ്റ് ചെയ്യില്ല. കാരണം എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഈ മേഖലയിൽ ഉയർന്നു വരാൻ വേണ്ട മെറ്റീരിയൽസും റോഡ് മാപ്സും ഓൺലൈനിൽ ഈസിലി അവൈലബിൾ ആണ്. യൂട്യൂബ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ നിരവധി യൂട്യൂബ് ചാനൽസ് ഉണ്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റിയത്. നിങ്ങളുടെ കോഡിങ് കൾച്ചറൊക്കെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനും നല്ലൊരു സ്കിൽ സെറ്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൽ സെറ്റ്സ് എല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ട് നല്ലൊരു പ്രൊഫഷണൽ ആയിട്ട് മാറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ഇനി BCAക്ക് ഒരുപാട് പോരായ്മകൾ ഉണ്ട് കമ്പയർഡ് ടു BTech. അതല്ലെന്നുണ്ടെങ്കിൽ BTechന് കമ്പയർഡ് ടു BCA കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വെക്കുമ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മറ്റേത് കൺവെൻഷണൽ ഡിഗ്രി പ്രോഗ്രാമിനേക്കാളും BCA എപ്പോഴും നല്ലൊരു ചോയ്സ് ആണ്. കാരണം നിങ്ങൾ സാധാരണ ചെയ്യുന്ന ഏതൊരു ഡിഗ്രി പ്രോഗ്രാമിനേക്കാളും ഇന്ത്യയിൽ കറൻ്റ്ലി പ്രൈവറ്റ് സെക്ടറിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതായത് നല്ല പേ സ്കെയിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ ഫ്യൂച്ചറിൽ ഉയർന്നു വരാനുള്ള സ്കോപ്പും ഉള്ളൊരു കോഴ്സാണ് BCA. നിങ്ങളുടെ സ്കിൽ സെറ്റ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ മേഖലയിൽ സാലറിക്ക് ഒരു അപ്പർ ലിമിറ്റ് ഇല്ല. ഏത് BTech ഗ്രാജുവേറ്റ് വാങ്ങുന്നതിനേക്കാളും നല്ല സാലറി നിങ്ങൾക്ക് ഈ കരിയറിൽ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നിരവധി സാധ്യതകളാണ് BCA തുറന്നു വയ്ക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടും 2024 നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് BCA. ഇനി BCA പറ്റി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, അതല്ലെങ്കിൽ BCA പഠിക്കാൻ ബെസ്റ്റ് കോളേജസ് എന്താണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസിൽ നമ്മളത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതുപോലെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ടും കോഴ്സുകളെ പറ്റിയിട്ടും ഡൗട്ട്സിനെ പറ്റിയിട്ടും താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്യുക. ഇനി കൂടുതൽ കരിയർ റിലേറ്റഡ് ന്യൂസസിനായിട്ട് വീഡിയോസിനായിട്ട് ഇൻഡ്യൂ കരിയർ ഫോളോ ചെയ്യുക.